നമസ്കാരം സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി മോഹൻ ശർമാസ് സെലിബ്രിറ്റി കിച്ചൺ ഈ പ്രോഗ്രാമിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടി. ഓക്കെ, അപ്പോൾ അതിനുവേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. കണ്ടില്ലേ, ഇത് വെള്ളരിക്ക. ഇത് നല്ലപോലെ വൃത്തിയായി കഴുകി ഇതിൻ്റെ മുകളിലെ ഈ തൊലി നമ്മൾ എടുത്തു കളയുന്നു. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായി ഇത് നറുക്കി വെച്ചിരിക്കുന്നു. അടുത്തത് പുളിവെള്ളം, നല്ലപോലെ ശുദ്ധീകരിച്ച പുളിവെള്ളം. ഇതിലെപ്പോഴും മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവും. അത് ഒക്കെ എടുത്ത് വൃത്തിയാക്കി നമ്മൾ ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്നു. ഓക്കെ. അടുത്തത് തേങ്ങ 1 കപ്പ്, 2 പച്ചമുളക്, കടുക്. ഈ 3 സാമഗ്രികൾ, അതായത് തേങ്ങ, മുളക്, പച്ചമുളക്, കടുക്, ഇത് 3ഉം കൂടി അരച്ച് പേസ്റ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ. ഉപ്പ്, പിന്നെ കൊത്തമല്ലി. ഈ സാമഗ്രികളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ. വെള്ളരിക്ക പുളിപ്പച്ചടി. ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. ആദ്യം ബേണർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്ലെയിമിന്റെ പുറത്ത് പാത്രം വെക്കുന്നു. ആദ്യമായി ഈ പാത്രത്തിൽ ഈ പുളിവെള്ളം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലൊഴിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, പുളിയിൽ എപ്പോഴും കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് അരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ ഇതിൽ ഈ പാത്രത്തിലിടുന്നു. വെള്ളരിക്ക കഷ്ണങ്ങൾ പുളിവെള്ളത്തിൽ കുക്കാകണം. ഇതിലാണ് പാചകം ചെയ്യുന്നത്. ഓക്കെ. അടുത്തതായി ഈ തേങ്ങ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് തേങ്ങ, പച്ചമുളക്, കടുക്, അത് മിക്സിയിലടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ചേർക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ കടുകും തേങ്ങയും കൂടി അരച്ചിടുന്നത് അതിന് വളരെ വ്യത്യസ്തമായ ഒരു ഫ്ലേവറുണ്ട്. അത് ഈ പച്ചടിക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അത് മറക്കല്ലേ. ഓരോ വിഭവത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഉപ്പ് ഇപ്പോൾ ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 3 നിമിഷം, 3 മിനിറ്റെങ്കിലും ഇത് കുക്കാകണം. 3-4 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ കണ്ടില്ലേ, നല്ലപോലെ കുക്കായി. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇതിൽ നമ്മുടെ പച്ചടി ഓൾമോസ്റ്റ് റെഡിയായി. ഈ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഇത് അടുത്ത് വെക്കുന്നു. ഇപ്പൊ നമ്മൾ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്യുന്നു. പാൻ വെക്കുന്നു. അല്പം കുക്കിംഗ് ഓയിൽ ഇതിലൊഴിക്കുന്നു. ഈ എണ്ണ ചൂടാകുമ്പോൾ കടുക് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ എണ്ണയിലിടണം. എണ്ണ, ഈ ചൂടായ എണ്ണയിൽ കടുക് 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡിനകം അത് പൊട്ടാൻ തുടങ്ങും. കണ്ടില്ലേ? ഓക്കെ. കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ റെഡിയായി ഗാർണിഷിങ്ങിന്. ഇത് പച്ചടിയിൽ ഗാർണിഷ് ചെയ്യുക. നല്ലപോലെ
മിക്സ് ചെയ്യുക. നമ്മുടെ പച്ചടി ഓൾമോസ്റ്റ് റെഡി ആയി. ഇപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഈ ടോപ്പിംഗ്, ഫ്ലേവറിംഗ് ഏജന്റ്, കൊത്തമല്ലി ചെറിയ പീസസാക്കി വെച്ചിരിക്കുന്നു, അത് ഇതിന് മുകളിൽ അങ്ങ് സ്പ്രിങ്കിൾ ചെയ്യുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ സാമഗ്രികളും നല്ലപോലെ ചുടുവെള്ളത്തിൽ 2-3 പ്രാവശ്യം വൃത്തിയായി കഴുകി നമ്മൾ ഉപയോഗിക്കണം. കൊറോണ മറക്കല്ലേ, കൊറോണ. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വിഭവം വെള്ളരിക്ക പുളി പച്ചടി റെഡിയായി, റെഡി ടു സെർവ്. ഓക്കെ, വെള്ളരിക്ക പച്ചടി എങ്ങനെയാണ് നമ്മൾ നോക്കി. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ ഈ ഇമെയിൽ ID-യിൽ. ഓക്കെ, നമ്മൾ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.